ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുരേഷ്. എല്ലാവർക്കും ട്രിപ്പിൾ ഷൂട്ട് ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ആദ്യം തന്നെ നിങ്ങളോടൊരു സഹായം അഭ്യർത്ഥിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, എൻ്റെ ട്രിപ്പിൾ ഷൂട്ട് ടെക് എന്ന യൂട്യൂബ് ചാനലിൽ ഞാൻ 6 മാസമായിട്ട് വീഡിയോകളൊന്നും ചെയ്തിരുന്നില്ല. എല്ലാവർക്കും അറിയാമല്ലോ, യൂട്യൂബിൽ 6 മാസമായിട്ട് വീഡിയോകളൊന്നും ഇട്ടില്ലെങ്കിൽ നമ്മുടെ മോണിറ്റൈസേഷൻ റദ്ദാവും എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ മാസം 15 വരെയാണ് എനിക്ക് സമയം തന്നിരിക്കുന്നത്. അതിനുള്ളിൽ ഒരു വീഡിയോ ഇട്ട് റീച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ചാനൽ നഷ്ടപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവനായും കണ്ട് ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്ത് നിങ്ങളെന്നെ ഈ ചാനൽ പ്രൊമോട്ട് ചെയ്യുക, ഈ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോവുക. 6 മാസമായിട്ട് ഞാൻ ഈ ചാനൽ വീഡിയോകളൊന്നും ചെയ്യാതിരുന്നതിന് കാരണം എനിക്ക് ശാരീരികമായിട്ടുള്ള ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോകളൊന്നും ചെയ്യാതിരുന്നത്. നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ തുടർന്ന് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിന് നിങ്ങളുടെ സഹായം ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ട്രിപ്പിൾ ഷൂട്ട് ടെക് എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ പ്രധാനമായും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ടെക് വീഡിയോകളും അതുപോലെ തന്നെ ഗവൺമെൻറ് അപ്പോൾ പ്രഖ്യാപിക്കുന്ന പദ്ധതികളും അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങളുമൊക്കെ ഉള്ള ഒരു വീഡിയോകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടും. ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതും അതുപോലെയുള്ള ഒരു വീഡിയോ ആണ്. സെൻട്രൽ ഗവൺമെൻറ് പുറത്തുവിട്ട കണക്ക് പ്രകാരം ഏകദേശം 42,000 കോടി രൂപയുടെ അവകാശികളില്ലാത്ത നിക്ഷേപം വിവിധ ബാങ്കുകളിൽ ഇന്ത്യയിലുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. ഇതിൽ നമുക്ക് അർഹതപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. അതുപോലെ നമ്മുടെ മൺമറഞ്ഞു പോയ മുത്തശ്ശന്മാരെ അല്ലെങ്കിൽ മുതിർന്നവരെ, അവർക്കൊക്കെ ഇതുപോലെയുള്ള അക്കൗണ്ടുകളുണ്ടോ? പഴയ കാലങ്ങളിൽ നോമിനികളെ വെക്കാൻ പലപ്പോഴും ആരും ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവർ ബോധവാന്മാരല്ലാത്തതുകൊണ്ടായിരിക്കാം അത് അങ്ങനെ. അവരുടെ കാലശേഷം ഈ അക്കൗണ്ടുകളൊക്കെ അവകാശികളില്ലാതെ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റായിട്ട് മാറിയിട്ടുണ്ടാവും. അതുതന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മളെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നമ്മൾ ബാങ്കിൽ പോയി ഒരു അക്കൗണ്ട് തുറന്നു, അതിൽ മിനിമം ഒരു തുക അടക്കണമല്ലോ അക്കൗണ്ട് തുറക്കുമ്പോൾ. അത് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ലോൺ എടുക്കുന്നതിന് വേണ്ടിയാകാം, അല്ലെങ്കിൽ സ്വർണ്ണങ്ങൾ പണയം വെക്കുന്നതിന് വേണ്ടിയാവാം, ഇല്ല ചെക്ക് ലീഫിന് വേണ്ടിയാവാം. എന്തെങ്കിലും ആവശ്യത്തിന് നമ്മളൊരു അക്കൗണ്ട് താൽക്കാലികമായി നമ്മൾ എടുക്കുക എന്ന് കരുതുക. നമ്മുടെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ടിൽ മറ്റൊന്നിനും ഉപയോഗിക്കുന്നില്ല, ഡെപ്പോസിറ്റ് ഇല്ല, വേറെ ഒന്നുമില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് തുടർന്ന് പോകുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച മിനിമം ബാലൻസ് അൺക്ലെയിംഡ് അക്കൗണ്ടായിട്ട് അവിടെ കിടക്കും. ഇങ്ങനെ നമ്മുടേത് അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ അക്കൗണ്ട് അൺക്ലെയിംഡ് അക്കൗണ്ടായിട്ട് ഏതെങ്കിലും ബാങ്കിൽ കിടക്കുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. അൺക്ലെയിംഡ് അക്കൗണ്ട് ഉണ്ടോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ഗൂഗിൾ ക്രോമിൽ ഏതെങ്കിലും സെർച്ച് എഞ്ചിനിൽ, ഞാനിവിടെ ഗൂഗിൾ ക്രോം എടുക്കുന്നു. ഗൂഗിൾ ക്രോമിൽ UDJAM എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം UDJAM RBI എന്നുള്ള ഒരു സൈറ്റ്. ആ സൈറ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ ഇതുപോലെയുള്ള ഇൻ്റർഫേസാണ് നമുക്ക് തുറന്നു വരുന്നത്. അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്സ് ഗേറ്റ്വേ ടു ആക്സസ് ഇൻഫർമേഷൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സൈറ്റാണത്. ഇവിടെയാണ് നമ്മൾ ലോഗിൻ ചെയ്ത് കയറേണ്ടത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ നിങ്ങൾ കാണും ലോഗിൻ ടു യുവർ അക്കൗണ്ട്, ഡു നോട്ട് ഹാവ് ആൻ അക്കൗണ്ട്, രജിസ്റ്റർ. നമ്മൾ ഏത് അക്കൗണ്ട് എടുക്കുന്ന സമയത്തും ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യണം, അല്ലേ? ഏത് ആപ്ലിക്കേഷനിലായാലും. അതുപോലെ ഇവിടെയും നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അവിടെ രജിസ്റ്റർ എന്നുള്ള ആ ഭാഗത്ത് നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യണം. അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ എന്താണോ അതവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അടുത്തതായി
നിങ്ങളുടെ ഫസ്റ്റ് നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ പേര് ഇവിടെ എൻ്റർ ചെയ്യുന്നു, സുരേഷ്. അടുത്തത് നിങ്ങളുടെ പേരിൻ്റെ ലാസ്റ്റ് നെയിം കൊടുക്കുക. അടുത്തതായിട്ട് ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യുക. പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് ഒരു ക്യാപിറ്റൽ ലെറ്റർ വേണം, അതുപോലെ തന്നെ ഒരു നമ്പർ വേണം. അതായത് 1 2 എന്നുള്ള ഏതെങ്കിലും ഒരു നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ, അതായത് അറ്റ് അതുപോലെയുള്ള കാര്യങ്ങൾ, അക്ഷരം എന്തെങ്കിലും കൊടുക്കുക. ഓക്കെ. അതിനുശേഷം താഴെ അതേ പാസ്വേഡ് തന്നെ റീ എൻ്റർ ചെയ്യുക. അടുത്തത് അവിടെയുള്ള ക്യാപ്ച തെറ്റാതെ അതേ രീതിയിൽ കൊടുക്കുക. അതിനുശേഷം താഴെ 2 കോളത്തിലും ടിക്ക് മാർക്ക് കൊടുക്കുക. ദെൻ നെക്സ്റ്റ്. ഇവിടെ ഞാൻ നെക്സ്റ്റ് കൊടുത്തപ്പോൾ ഒന്നും മാറി വന്നില്ല, പകരം അത് അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്തത്. ഇത് അവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, പാസ്വേഡ് മസ്റ്റ് മാച്ച്. അതായത് നമ്മൾ നേരത്തെ കൊടുത്ത പാസ്വേഡ് റീ എൻ്റർ ചെയ്തല്ലോ, അത് തെറ്റിപ്പോയതാണ്. അപ്പോൾ നമ്മൾ ശരിയായ രീതിയിൽ വീണ്ടും കൊടുക്കുക. പാസ്വേഡ് റീ എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ. ഞാൻ നെക്സ്റ്റ് കൊടുത്തപ്പോൾ എനിക്കൊരു പോപ്പപ്പ് മെസ്സേജ് മുകളിൽ വന്നു, മൊബൈൽ നമ്പർ ഓൾറെഡി എക്സിസ്റ്റ്. എനിക്ക് ഈ മൊബൈൽ നമ്പറിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല, കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ നേരത്തെ രജിസ്റ്റർ ചെയ്തതാണ്. അതുകൊണ്ട് ഈ നമ്പറിൽ വെച്ച് വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഈ രീതിയിൽ രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത മൊബൈൽ ഫോൺ നമ്പറിൽ ഒരു OTP വരും. ആ OTP നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മെസ്സേജ് വരും, രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞുകൊണ്ട്. രജിസ്ട്രേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്കിനി ലോഗിൻ ചെയ്യാം. ഞാനിവിടെ ലോഗിൻ ചെയ്യുകയാണ്. എൻ്റെ മൊബൈൽ നമ്പർ, പാസ്വേഡ്, അതുപോലെ തന്നെ അവിടെയുള്ള ക്യാപ്ച അതും കൂടി കൊടുത്ത് ഈ അക്കൗണ്ട് ലോഗിൻ ചെയ്യുകയാണ്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ കൊടുത്ത ആ നമ്പറിലേക്ക് ഒരു OTP വരും. OTP വന്നു കഴിഞ്ഞാൽ ആ OTP തെറ്റാതെ അവിടെ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക. അതിനുശേഷം ലോഗിൻ ചെയ്യുക. അപ്പോൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഉർഗാമിൻ്റെ UDJIMൻ്റെ ഇതുപോലുള്ളൊരു പേജാണ് തുറന്നു വരുന്നത്. ഇതിൽ ഇൻഡിവിജ്വലുണ്ട്, നോൺ ഇൻഡിവിജ്വലുണ്ട്. സെർച്ച് ഫോർ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്സ് എന്ന് കാണാം. താഴെ നെയിം ഓഫ് അക്കൗണ്ട് ഹോൾഡർ, ആരുടെ അക്കൗണ്ടാണോ നമ്മൾ നോക്കേണ്ടത് അവരുടെ പേരവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ എൻ്റെ പേരാണ് അക്കൗണ്ട് ഹോൾഡറുടെ സ്ഥാനത്ത് കൊടുക്കുന്നത്. അടുത്തത് നെയിം ഓഫ് ബാങ്ക്. നമ്മുടെ ഏത് ബാങ്കാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ഏകദേശം 29 ബാങ്കുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല, നമുക്ക് ഏത് ബാങ്കിലാണ് നമ്മുടെ അൺക്ലെയിംഡ് അക്കൗണ്ട് ഉള്ളത് എന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓൾ എന്ന ഓപ്ഷൻ. അവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക, സെലക്ട് ചെയ്യുക. അടുത്തത് താഴെ ഞാൻ സെർച്ച് ചെയ്യുകയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ഐഡൻറ്റിറ്റി കൊടുക്കണം. ഒന്നുകിൽ പാൻ നമ്പർ ആവാം, അല്ലെങ്കിൽ വോട്ടേഴ്സ് ID ആവാം, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ആവാം, അല്ലെങ്കിൽ പാസ്പോർട്ട് നമ്പർ ആവാം, അതുമല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ആവാം. ഞാൻ ഇവിടെ കൊടുക്കുന്നത് എളുപ്പത്തിന് വേണ്ടി ഡേറ്റ് ഓഫ് ബർത്താണ് സെലക്ട് ചെയ്യുന്നത്. ദെൻ സെർച്ച്. ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്തതിൻ്റെ റിസൾട്ട് വന്നു. ഇവിടെ നെയിം ഓഫ് അക്കൗണ്ട് ഹോൾഡർ അവിടെ ആവശ്യമെങ്കിൽ നിങ്ങളുടെ പേര് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സുരേഷ് കുമാർ ഒരുപാട് പേര്, സുരേഷ് എന്ന പേരുള്ള ഒരുപാട് പേര് ഇതിൽ കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. ഞാനിവിടെ അതിലൊരു സുരേഷുണ്ട്, രണ്ടാമത് ഒരു സുരേഷ് കാണുന്നുണ്ട്, ഒരുപാട് സുരേഷുണ്ട്. സുരേഷ് കെ, ഇങ്ങനെ. ഇപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ എൻ്റെ പേരിന് സാമ്യമുള്ള 2 സുരേഷ് ഞാൻ കണ്ടു. ഒരുപാട് സുരേഷ് ഉണ്ട്, പക്ഷെ എൻ്റെ പേരിന് സാമ്യമുള്ള സുരേഷ് എന്ന പേരിലുള്ള 2 പേരെ കണ്ടു. അതിലൊന്ന് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഇതാ സുരേഷ്. ഇതൊരു പക്ഷേ ഞാനായിരിക്കാം, എനിക്കറിയില്ല. ഇത് ഞാനാണോ എന്ന് എനിക്കറിയില്ല.
ഞാനവിടെ സുരേഷിൻ്റെ നേർക്ക് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ പ്ലേസും അഡ്രസ്സൊക്കെ പോസ്റ്റ് ഓഫീസും അഡ്രസ്സൊക്കെ വരുന്നു. ഇത് നന്ദൻകോടുള്ള ഒരാളാണ്, നന്ദൻകോട് പോസ്റ്റുള്ള പാലക്കാട്. അപ്പോൾ ഇത് ഞാനല്ല. ഓക്കെ, ഞാനിവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ ഇത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് അക്കൗണ്ട് ഉള്ളത്. UDRN നമ്പറുണ്ട്. നമുക്ക് അത് ഏതാണെന്ന് വ്യക്തമാകാൻ വേണ്ടി നമ്മൾ എക്സ്പോർട്ട് PDF ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വിശദ വിവരങ്ങൾ നമുക്ക് ലഭിക്കും. എന്നാൽ ഞാനത് ക്ലിക്ക് ചെയ്യുന്നില്ല, കാരണം അതെൻ്റേതല്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാനത് ക്ലിക്ക് ചെയ്യുന്നില്ല. ഓക്കെ, നമ്മളിവിടെ പരിശോധിച്ചപ്പോൾ സുരേഷ് എന്ന പേരുള്ള മറ്റൊന്നുകൂടി നമ്മൾ കണ്ടു. അത് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഒരു പക്ഷേ അതായിരിക്കാം എൻ്റേത്. ഇവിടെ മറ്റൊരു സുരേഷ് കാണുന്നുണ്ട്. നമുക്ക് ഇതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഒരു പക്ഷേ ഞാനായിരിക്കാം. ഇതുമല്ല, ഇത് കോഴിക്കോട് ജില്ലയിലുള്ള ഏതോ ഒരാളാണ്. ഓക്കെ, ഇത് എൻ്റെ അക്കൗണ്ടല്ല എന്ന് എനിക്ക് മനസ്സിലായെങ്കിൽ കൂടി ഇത് ഇതെങ്ങനെയാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ ഇതിൽ കാണാം, ബാങ്കിൻ്റെ പേരുണ്ട്, ഫെഡറൽ ബാങ്ക്, UDRN നമ്പറുണ്ട്. ഇത് വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഫെഡറൽ ബാങ്ക് ലിമിറ്റഡ് എന്നുള്ള ആ ബാങ്കിൻ്റെ പേരുള്ള അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു പോപ്പപ്പ് മെസ്സേജ് വന്നു, ഡൗൺലോഡ് അഗെയിൻ. അതായത് നിങ്ങൾ വീണ്ടും ഡൗൺലോഡ് ചെയ്യുന്നു. ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്തതാണ്, അതുകൊണ്ടാണ് വീണ്ടും അവർ ചോദിച്ചത്. ഇത് കണ്ടോ, ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്ത് കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി എല്ലാം പൂരിപ്പിച്ച് ആവശ്യമായ രേഖകളുമായിട്ട് പറഞ്ഞിരിക്കുന്ന ബാങ്കിലേക്ക് നിങ്ങൾ നേരിട്ട് ചെല്ലുക. അവിടെ അവരോട് കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ചതിന് ശേഷം അവർക്ക് ബോധ്യമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ തുക ക്ലെയിം ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ഏതെങ്കിലും ബാങ്കിൽ എന്തെങ്കിലും അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവർ, മറഞ്ഞുപോയ പ്രിയപ്പെട്ടവർ, അവരുടെ ഒരുപക്ഷെ അവർ നോമിനിയൊന്നും ഏർപ്പെടുത്തിയിട്ടുണ്ടാവില്ല. അങ്ങനെയെങ്കിൽ ആ അക്കൗണ്ടിൽ അൺക്ലെയിംഡ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടപ്പെട്ടവർ ഒക്കെ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഇത് നല്ല കാര്യമല്ലേ? ഇവിടെ കിടക്കുന്ന ബാങ്ക് അക്കൗണ്ടിലുള്ള പൈസ നമുക്ക് അർഹമായിട്ടുള്ള തുക നമുക്ക് കിട്ടുകയാണെങ്കിൽ ഒരു വലിയ കാര്യമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞിരുന്നു, എൻ്റെ യൂട്യൂബ് ചാനൽ ഒരു വല്ലാതെ പ്രതിസന്ധിയിൽ ഇരിക്കുകയാണ്. നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ എൻ്റെ ചാനലിന് റീച്ച് ഉണ്ടാവൂ. എനിക്ക് തുടർന്നും എൻ്റെ ചാനൽ നടത്തിക്കൊണ്ട് പോകാൻ എനിക്ക് കഴിയുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അകമഴിഞ്ഞ സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം. താങ്ക്സ്.